അങ്ങനെ കൊച്ചിയിൽ ഈ തിരക്കിലൂടെ പോണത് വേറെ എവിടേക്കുമല്ല, നമ്മുടെ സ്വന്തം കേരള ബ്ലാസ്റ്റേഴ്സിന്റെ കളി കാണാൻ വേണ്ടിയിട്ട് JLN സ്റ്റേഡിയത്തിലാണ്. സംഭവം കുറച്ച് ലേറ്റ് ആയെങ്കിലും എല്ലാവരും ഭയങ്കര ആവേശത്തിലായിരുന്നു. അങ്ങനെ ആവേശത്തിൽ ടിക്കറ്റ് കൊടുത്ത് അത് വാങ്ങാൻ മറന്നു. പിന്നെ തിരിച്ച് വാങ്ങി വന്നപ്പോഴേക്കൊരു നേരെ ഓപ്പോസിറ്റ് ടീമാണെങ്കിലും പറയാതിരിക്കാൻ പറ്റില്ല, മഹിതോഷിന്റെ ആദ്യത്തെ ഗോള് അടിപൊളിയായിരുന്നു. അങ്ങനെ ഡിഫൻഡറിനെയും ഗോളിനെയും മറികടന്നുകൊണ്ട് ഫ്രാൻസിന്റെ ആദ്യത്തെ ഗോള് എല്ലാവരെയും ആവേശത്തിലാക്കി. അങ്ങനെ ബെർത്തോമിന്റെ രണ്ടാമത്തെ ഗോളും ശ്രീകുട്ടന്റെ 74ാമത്തെ മിനിറ്റിലെ മൂന്നാമത്തെ ഗോളും കളിയങ്ങ് അടിപൊളിയാക്കി അവസാനിപ്പിച്ചു. ആരുമല്ല, നമ്മുടെ സ്വന്തം ഫ്രാൻസുമാണ്. പക്ഷേ ഈ കളിയിൽ പറയാതിരിക്കാൻ പറ്റാത്തത് ഫ്രെഡിയുടെ ടാക്ലിങ്ങും കെവിൻ്റെ അസിസ്റ്റുമാണ്. അങ്ങനെ കളിയും കഴിഞ്ഞ് ആഘോഷങ്ങളും കഴിഞ്ഞ് കേരള ബ്ലാസ്റ്റേഴ്സിന്റെ മണ്ണിൽ നിന്ന് അങ്ങനെ ഞങ്ങൾ ടാറ്റ ബൈ ബൈ പറഞ്ഞു. ഒന്നും പറയാനില്ല. കളി അടിപൊളി കളി, ഒന്നും പറയാനില്ല.